നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ. അതെ, അത് ശരിയാ. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക. അയ്യേ, അതാരായിരിക്കും? വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മാസം 5 വോട്ട് പോയാ പോട്ടെ, തെരഞ്ഞെടുപ്പിൽ തോറ്റാ തോറ്റോട്ടെ. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. കണ്ടാ, തോറ്റാലൊന്നും വിഷയമല്ല, മതേതരത്വം കോംപ്രമൈസ് ഇല്ല. പക്ഷെ ആരുടെ അടുത്ത് വോട്ട് വാങ്ങണമെന്ന് അവർ പറയൂല, അതാണ് വ്യത്യാസം. പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഈ വേദിയുടെ മഹത്വം. ശരിയാ, അത് വേണ്ട, പഴയകാല ചരിത്രം പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും. സ്നേഹത്തിന്റെ വൻമതിൽ, പാരസ്പര്യത്തിന്റെ. എല്ലാവരും ഹാപ്പിയല്ലേ? സ്നേഹത്തിന്റെ കടയെല്ലാം മതിലാണ് വരാൻ നമ്മള് മതിൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഈ വേദിയുടെ മഹത്വം. അതിനെ സ്പർശിക്കാൻ, അതിന് വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേപോലൊരു വേദിയുടെ മഹത്വം അങ്ങനെ എന്തോ ആണല്ലോ. കലോത്സവ വേദിയിൽ ഇതേപോലെ എന്തോ ആയിരുന്നു. ഇതെന്ത് മാറി മാറി കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ഒരേ സാധനങ്ങൾ വരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും ഞങ്ങളും അഭിവാദ്യം ചെയ്യുന്നു. ഓക്കെ, ഉസാറ്.